നിക്ക് നിക്ക്, എന്താ കാണിക്കണേ? മസ്കാര ഇടാമ്പോ എന്തു പറ്റി? അതെനിക്ക് മനസ്സിലായി. എന്തിനായി മസ്കാര ഇട്ട് ഇങ്ങനെ കുത്തി കലക്കുന്നേന്നാ ഞാൻ ചോദിച്ചത്. അല്ല, ഇതൊക്കെ ഒരു രസല്ലേ, അതുകൊണ്ടാ. അടിപൊളി. ആ സാധനം കൊണ്ട് തന്നെ പറയട്ടെ. നോ, നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ മസ്കാര ഒരു ബാക്ടീരിയൽ പാരഡൈസ് ആണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഈ സാധനത്തിൽ നമ്മുടെ സ്കിന്നിൻ്റെ പാർട്ടിക്കിൾസും മേക്കപ്പ് റെസിഡ്യൂവും ഓയിലും അടക്കം ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതിലൂടെ നമ്മളിൽ പലരും എപ്പോഴും ഈ പറയുന്ന മസ്കാര യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റ ഇതിലിങ്ങനെ എടുക്കാതെ ഒത്തിരി തവണ ഇതിനകത്തോട്ട് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ ചെയ്ത് കണ്ടാണ് നമ്മൾ ശീലിച്ചേക്കുന്നത്, നമ്മൾ അത് തന്നെ ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ബാക്ടീരിയയും എയറും ഒക്കെ അകത്തോട്ട് പോകാനും ഇത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് തീരാനും ചാൻസസ് ഭയങ്കര കൂടുതലാണ്. മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന മസ്കാര കഴിഞ്ഞാലും ഇല്ലെങ്കിലും 3 to 6 months റീപ്ലേസ് ചെയ്യണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ക്ലീഷ ഡയലോഗാണ്, എന്നാലും പറയാതെ വയ്യ. ടോയ്ലറ്റ് സീറ്റിനേക്കാൾ ഏറെ ബാക്ടീരിയാസ് ഇതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മസ്കാര യൂസ് ചെയ്യാറ്? താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ മസ്കാര ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.